അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫ് വൺ ഒരു റോക്ക് പേപ്പർ സിസർ ഇട്ടോ. അവന്റെ മൊത്തം ആറ്റിറ്റ്യൂഡ് നോക്കിയാ അടിച്ചങ്ങ് നല്ല ബീജിയം കറക്റ്റ് സമയത്താ. ഒരു റോക്ക് പേപ്പർ സിസർ അടിക്കുക നോക്കട്ടെ. കളിക്കുന്ന ടീം ഏതാ? ഏതാണോ എന്നായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ? പഴയതായോണ്ട് കുറച്ച് പേരും കൂടുതലാ. അപ്പൊ ഒന്നോട് ഒരു ചെറിയൊരു റോക്ക് പേപ്പർ സിസ്റ്റം ഈ സൈഡിൽ പോകണം തീരുമാനിക്കുക. നമുക്കങ്ങനെ സൈഡൊന്നും വേണമെന്നില്ല. നമുക്കങ്ങനെ നിർബന്ധമില്ല. ആണ് ലാസ്റ്റ് തോറ്റ ശീലമുള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. റോക്ക് പേപ്പർ സിസർ. ഈ സൈഡ് ഓക്കെ. അപ്പോ ബാബുവിന്റെ ടീം എന്റെ റൈറ്റ് സൈഡിലും ഈഗിൾ ടീം എന്റെ ലെഫ്റ്റ് സൈഡിലും. കുഴപ്പമില്ല നമുക്ക് പിടിക്കാം. സെൻട്രൽ ലൈൻ ഏതാ? ഇതല്ലേ നടുക്ക്. എടാ ഈ ക്രോക്സ് ഊരിടുന്നതാണ് നല്ലത്. ഇതല്ലേ സെന്റർ. ഞാനിവിടെ നിൽക്കുന്ന സ്ഥലമാണ് സെന്റർ. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് നിൽക്കുക. ഇവിടം വരെ സ്ഥലമുണ്ട്, നിങ്ങൾക്ക് നിൽക്കാനായിട്ട്. നമുക്ക് സപ്പോർട്ടർ വേണം. ഫോൺ കൊടുക്കണം. മൈക്ക് മാറ്റിക്കോ വേണമെങ്കിൽ. ഈ സാധനത്തിൽ കൊണ്ട് പിടിക്കുമ്പോഴാ. വീണ്ടും ടീം ബാബു. ഞാൻ നിൽക്കുന്ന ഇവിടെയാണ് സെന്റർ. നിങ്ങൾക്ക് ഇവിടം വരെ നിൽക്കാം. ഇവിടെ ഈഗിൾ ഫ്രണ്ടിൽ, അവിടെ അവൻ ഫ്രണ്ടിലല്ലോ. ബാബു ബാക്കിൽ പോയാ? ഞാനൊരു കാര്യം പറയട്ടെ. ബാക്കിൽ ബാബു ഫ്രണ്ടിൽ നല്ല വഴുക്കലും ഉണ്ട്. അതാ പ്രശ്നം. എന്ത് ഇങ്ങനെ നടക്കുന്നത്? ഇല്ല വില്ലംബ്രോ അതങ്ങനെയാണല്ലേ. നമുക്ക് ഫ്രണ്ടിൽ അത്ര ഈഗിളോട് എന്തെങ്കിലും പറയാനുണ്ടോ അവസാനമായിട്ട്? പിടിച്ചേ പറ്റുള്ളൂ. വീണ്ടും നമ്മൾ കോൺഫിഡൻസ് എന്താ പറയണേ? നമ്മൾ ഒരു വലിയ അവിടെ തിരിച്ചു വലിയ ഇവിടെ. നീ ഒന്ന് മണ്ടനാണ്. അവിടെ ഇപ്പോഴും സ്ട്രാറ്റജി ശരിയാക്കിയിട്ടില്ല. ഈകളെ അവസാനമായിട്ട് പറയേണ്ട കാര്യമാണ്. അവിടെ നിന്ന് പറഞ്ഞു ഈകൾ എന്നാൽ നിലത്ത് വീണ് കഴിഞ്ഞാൽ കൈ പിടിച്ച് എഴുന്നേപ്പിക്കും എന്നാണ് ബാബു പറഞ്ഞത്. ഇവിടെ ഈകൾ എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങോട്ടേക്ക്? മൈൻഡ് പോലും ചെയ്യില്ല. കുഴപ്പമില്ല, നീ മറിഞ്ഞു വീണാൽ മൈൻഡ് പോലും ചെയ്യത്തില്ല എന്നാ പറഞ്ഞത്. കുഴപ്പമില്ല. എല്ലാം നമ്മൾ എന്താ നമ്മുടെ കാണിക്കുന്നതിലൂടെ അങ്ങനെ കാണിക്കില്ലേ ബാബു? കുറച്ച് കറക്റ്റ് ടൈറ്റ് ആണ്. SRK ആ പുള്ളിയായിരുന്നല്ലോ. എല്ലാരും എടുത്ത് കൈ പിടിക്കുക. ടീം രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് റെഡി ആയിക്കോ. 2 വിസിൽ അടിക്കും. നിക്ക് അത് റിബൺ ഒന്ന് കിട്ടിക്കോ. ഓക്കെ വെയിറ്റ്. ഓക്കെ, രണ്ടുപേരും ജസ്റ്റ് ഒന്ന് പിടിച്ചേ. 2 വിസിൽ അടിക്കും നമ്മള്. ഫസ്റ്റ് വിസിലില് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കാനായിട്ടാണ്. ഇപ്പൊ എല്ലാം ജസ്റ്റ് ഒന്ന് പിടിച്ചു വെച്ചാൽ മതി. ടൈറ്റ് ആക്കല്ലേ, ജസ്റ്റ് ഒന്ന് ലൂസാക്കി ഇട്ടേക്കാം. ഫസ്റ്റ് വിസിൽ നമ്മൾ എല്ലാം ഒന്ന് ടൈറ്റ് ആക്കും, റിബൺ കെട്ടും. രണ്ടാമത്തെ വലിയിലാണ് ഫുള്ളായി, രണ്ടാമത്തെ വിസിലാണ് നമ്മൾ വലിച്ചു തുടങ്ങുന്നത്. ഓക്കെ. വെയിറ്റ്. എല്ലാവരും പിടിച്ചോ? റെഡിയാണോ? നിക്ക്. ഇപ്പുറ സൈഡിൽ ബാബു എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും കുറച്ച് നേരമായി. ബാബു അത് വേണ്ട, നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അത് വിട്ടേക്ക്. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾ റെഡിയാണോ എല്ലാവരും? 2 വിസിൽ വരും. ആദ്യമേ വലിക്കരുത്. ഫസ്റ്റ് വിസിൽ അടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കുക. ഓക്കെ, ഫസ്റ്റ് വിസിൽ അടിച്ചോ. ഓക്കെ, വെയിറ്റ്. വലിക്കരുത്. ടൈറ്റ് ആക്കി നിർത്താ. വെയിറ്റ് ചെയ്യേ. ഓക്കെ, സെന്റർ കെട്ടിയോ? ഓക്കെ, 3, 2, 1 വലി. എടാ കഴിഞ്ഞു നിക്ക്. ബെസ്റ്റ് ഓഫ് 3. വെയിറ്റ്, കഴിഞ്ഞിട്ടില്ല. ബെസ്റ്റ് ഓഫ് 3 ആണ്. നിങ്ങൾ ഒരെണ്ണം കൂടെ ജയിക്കണം. സൈഡ് മാറിക്കോ. ഇവിടെ പറ്റൂല ബ്രോ. ഇവിടെ വലിക്കാൻ പറ്റില്ല. ഇതുകൊണ്ട് അങ്ങനെയല്ല പറഞ്ഞു. ഇവിടെ വലിക്കാൻ പറ്റില്ല. അല്ല, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്കും അവസരം കിട്ടും. ഈ സൈഡിൽ ഇനി അവരാണ്. എന്നാലും ഒന്നല്ല ആവുള്ളൂ. തിരിച്ച് ഞങ്ങൾ അവിടെ തന്നെ അല്ലേ. അവസാനത്തിൽ നമുക്ക് ഒരു ടോസും കൂടെ ഇടാം, എന്നിട്ട് ജയിക്കുന്നത് നോക്കാം.
അവിടെ നിൽക്കാൻ ആ, പറ്റത്തില്ല. അത് ബാബുവിന്റെ ഭാഗ്യം അനുസരിച്ചിരിക്കും. ഇവിടെ കളി തീർന്ന ഒരു പ്രശ്നമില്ല. അതാകുമ്പോ ബാബുവിനാണ് ആ കരുത്ത് എന്നുള്ളത് നമുക്ക് തെളിയിക്കാം. വല്ലമുറ വേണ്ടവാ. ഏ സൈഡ് വന്നാലും ജയിക്കും. നേരത്തെ പറഞ്ഞത് തന്നെ, വീണ്ടും വീണാലും എണീപ്പിക്കും. വീണ്ടും വീണ് എഴുന്നേപ്പിക്കും. ഓക്കെ, സ്ട്രാറ്റജിയാണ് രണ്ട് സൈഡിലും. നിങ്ങൾ എല്ലാരും ജസ്റ്റ് ഒന്ന് റെഡിയായി നിന്നോ, പൊസിഷൻസിൽ നിന്നോ. അത് ബാക്ക് ഫ്രണ്ടിൽ ഫുള്ള് വെയിറ്റ് വന്നു പോയി. അപ്പോ നമ്മുടെ ഫസ്റ്റ് വടംവലി ബെസ്റ്റ് ഓഫ് 3 റൗണ്ട് നമ്പർ 1 ജയിച്ചേക്കുന്നത് ബാബുവിന്റെ ടീമായിരുന്നു. ആ, രണ്ടാമത്തെ കൂടെ ടീം ബാബു ജയിച്ചു കഴിഞ്ഞാൽ ഇത് എൻഡിങ് ആയിരിക്കും. പക്ഷേ ഇത് ഈഗിൾ തിരിച്ചു വന്നാൽ നമ്മൾ തേർഡ് ഗെയിമിലേക്ക് പോകുന്നതാണ്. സോ വീണ്ടും എല്ലാം തിരിച്ച് പൊസിഷൻസ് എടുക്കുക. അയ്യോ, ചെറിയ ടീം സ്ട്രാറ്റജീസ്, ചെറിയ ഡിസ്കഷൻസ്. എല്ലാം സ്ട്രാറ്റജി ഒക്കെ സെറ്റ്. സ്ട്രാറ്റജി വേണ്ടെന്ന് പറയാൻ പോയതാ. ആ, നല്ലത്. നമുക്ക് അത്രയൊന്നും ചിന്തിക്കാനൊന്നും വയ്യ. ഓക്കെ, എല്ലാരും വടം റെഡി. അയ്യോ, അവന് സ്പേസ് കൊടുക്കണം. അവന് കുറച്ച് ബാക്കിലോട്ട് പോലെ സ്പേസ് കൊടുക്കണം. കുറച്ച് ഫ്രണ്ടിലോട്ട് വാ. വീണ്ടും 2 വിസിൽ ഉണ്ടാവും. ഫസ്റ്റ് വിസിലിന് ജസ്റ്റ് ടൈറ്റ് ആയിട്ട് പിടിക്കുക. രണ്ടാമത്തേനാണ് വലിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വിസിൽ വെയിറ്റ് ചെയ്യേ. ഓക്കെ, 3, 2, 1 വലി. ആന്റെ മുണ്ട് പറിച്ചു പോയിട്ടുണ്ട്. പേടിക്കണ്ട. അത് മുണ്ടാണോ? ഓക്കെ, ഈകളെ ബെസ്റ്റ് ഓഫ് 3 ആണ്. ഈകളെ ഒന്നോടെ വന്നേ. അല്ല, ഞാൻ കാര്യം വേണ്ടേ, നമുക്ക് അവിടെ വല്ലതും വലിച്ചാലോ? അവിടെ വലിക്കണോ? അവിടെ വല്ലതും വലിച്ചാലോ? അല്ല, ഇവിടെ നടക്കൂല. അവിടെ വലിക്കാൻ പറ്റുമോ? ഇവിടെ വലിക്കാം, വാ. വടം എടുത്തോ, പൊക്കിക്കോ. വടം പൊക്കിക്കോ. അപ്പൊ അപ്പുറത്തേക്ക് നീങ്ങാം. കുറച്ചും കൂടെ സ്ഥലമുള്ള സ്ഥലം നോക്കണം. അല്ലെ മേളിൽ കയറി കളിച്ചാലോ? മേളിൽ കയറി അവിടെ ഒട്ടും വലിക്കുന്ന നടക്കത്തില്ലടാ. അവിടെ മേളിൽ വലിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇത്രയും കൊണ്ട് വെച്ചു ഇങ്ങോട്ട് വെച്ചോ. ഇവിടെ ഇങ്ങോട്ട് വെച്ചോ. ആ, ഇത് സെന്റർ ആയിട്ട് വെച്ചോ. എന്നിട്ട് ഈ സൈഡിലും കൂടെ വെച്ചാൽ മതി. എടാ, ആ വടി ഇങ്ങോട്ട് വെക്കും. ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് ഒരു ഓർമ്മ വിട്ടാൽ മതി. ആ വടി ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് വെച്ചാൽ ഈ സെന്റർ ആയിട്ട് വെക്കും. ഇവിടെ വെച്ചാൽ മതി. ആ, വേണ്ട, അത് ആ സൈഡ്, ഇത് ഈ സൈഡ്. ഇതാണ് സെന്റർ. വെച്ചോ. അവിടെ എങ്ങോട്ടും കിട്ടോ. ഇത് സെന്റർ, ഇവിടെ സെന്റർ. മതി. ഇവിടെ കെട്ടുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക. ഫിനിഷ്. അങ്ങോട്ട് പോവല്ലേ കേട്ടോ. അങ്ങോട്ട് പോവല്ലേ. ഓക്കെ, വെയിറ്റ്. എല്ലാവരും രണ്ടും കയർ റെഡി. ടീം റെഡിയാണോ? ഇപ്പുറ സൈഡ് റെഡിയാണോ? ഓക്കെ, ഫസ്റ്റ് വിസിൽ വെയിറ്റ് ചെയ്യേ. വലിക്കല്ലേ? വെയിറ്റ് ചെയ്യേ. ടൈറ്റ് ആക്ക്. ടൈറ്റ് ചെയ്യേ, വലിക്കല്ലേ. 3, 2, 1 വലിച്ചോ. വലിക്ക്. പോയിട്ടില്ല. ജയിച്ച ടീം ബാബു. എന്താ പറയാനുള്ളേ? മുഖത്ത് നോക്കി പറയാനാ പോകുന്നത്. മുഖത്ത് നോക്കി. വടംവലിയെ കാണുകൾ പറഞ്ഞോളാം.